ഹായ് അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ ലൈവ് പോയിട്ട് തന്തൊക്കെ വിളിച്ചതിനെ കുറിച്ച് പറഞ്ഞ ഒരു റിയാക്ഷൻ വീഡിയോയ്ക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ട എസ് ഫേസ് കാണിച്ചിരുന്നു. ആ വീഡിയോ എന്താണ് അയാൾ പറയുന്നതെന്ന് കാണിച്ചിരുന്നു. ആ ഒരു വീഡിയോയുടെ ഒരു ഭാഗം, അതായത് 1 മുതൽ 4 മിനിറ്റ് വരെ എൻ്റെ സ്ക്രീനിൽ അയാളുടെ മുഖം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ എനിക്ക് ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മേടിച്ചു തന്നു. എൻ്റെ വീഡിയോ ചാനലിൽ റിമൂവ് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ഭയപ്പെടുന്നുണ്ട് ആ കാര്യത്തെ. അയാളുടെ മുഖം എൻ്റെ ചാനലിൽ കണ്ടതിന് അയാൾ എത്രത്തോളം ഭയപ്പെടുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഞാൻ കൗണ്ടർ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കോടതി പൊക്കോളൂ, നിങ്ങൾ ധൈര്യമായിട്ട് കോടതി പൊക്കോളൂ. ഞാൻ നിങ്ങളുടെ വീഡിയോ എൻ്റെ ഇതിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോടതി പൊക്കോളൂ. പക്ഷേ ഞാൻ അപ്പീൽ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിന് കേട്ടോ. അപ്പോൾ യൂട്യൂബ് എന്തായാലും ആ ചാനലിൻ്റെ അകത്തെ വീഡിയോ 14 ദിവസത്തിനുള്ളിൽ റീസ്റ്റോർ ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും തിരിച്ചു വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും പറഞ്ഞുകൊണ്ട് കോടതി പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഇത്രയും വീഡിയോസ് അയാൾക്കെതിരെയുള്ള തെളിവുകളാണ്. ഞാൻ അനലൈസ് ചെയ്ത് ഉറപ്പായിട്ട് ഞാനത് സബ്മിറ്റ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ കൗണ്ടർ നോട്ടിഫിക്കേഷനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ പോയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നത് എന്തിനാണെന്നറിയോ? ആ വീഡിയോ അന്വേഷിക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റത്തില്ല. ആ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ സ്ക്രീനകത്ത് കാണിച്ചു തരാം. ആ വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും പുള്ളി അതിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതൊക്കെ. ഈ വീഡിയോയുടെ ഇമ്പാക്റ്റ് ഓൺ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രത്യേകം കാണിക്കുന്നുണ്ട്. 1 മുതൽ 4 മിനിറ്റ് വരെയുള്ള ആ ഒരു ഭാഗത്താണ്. ഇപ്പം ഇയാളുടെ ഫേസ് ഞാൻ ഇതിനകത്ത് ബ്ലർ ചെയ്യുന്നുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇയാൾ പറയും ഇയാളുടെ ഫേസ് വീണ്ടും കാണിച്ചു എന്ന് പറയും. ഇയാളുടെ ഫേസ് കാണുന്നുണ്ട്. ഇത് മുഴുവനും ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അയാൾ എത്രത്തോളം ഭയപ്പെട്ടിട്ടാണ്. വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ടു, സ്ട്രൈക്ക്, എനിക്കൊരു 1 സ്ട്രൈക്ക് കിട്ടി എൻ്റെ ചാനലിൽ. യാതൊരു പ്രശ്നമില്ല, എനിക്ക് ഒരു പരാതിയില്ല. പക്ഷേ ഈ സംഭവം നിങ്ങളെ കൂടുതൽ ട്രാപ്പിലാക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ഇത്രയും ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്? ആളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഭയപ്പെടരുത്, നാളെ ലോകാവസാനത്തെക്കുറിച്ച് ഭയപ്പെടരുത്, സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്ന മഹാൻ എനിക്ക് സ്ട്രൈക്ക് മേടിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നു. നോ ഇഷ്യൂസ്, ഐ ആം ബി വിത്ത് ദ സേഫ് സോൺ. എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ എനിക്ക് 3 സ്ട്രൈക്ക് അടിച്ചു തന്നാൽ പോലും എൻ്റെ ചാനൽ ടെർമിനേറ്റ് ആയാൽ പോലും ഐ വിൽ ബി കം വിത്ത് അനദർ ചാനൽ. ഒരു പ്രശ്നമില്ല. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഈവൻ 10K എബോവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽസ് എനിക്കുണ്ട്. ഒരു പ്രശ്നമില്ല. ഞാൻ അതിൻ്റെ അകത്ത് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി ഞാൻ റൺ ചെയ്യുന്ന ചാനലുകളാണ്. ഒന്നും പേടിക്കാനില്ല. അതുകൊണ്ട് ചാനലിൻ്റെ അകത്ത് വീഡിയോ തിരിച്ചു വരും. അപ്പോൾ പേടിച്ച് മാളത്തിലിരിക്കണ്ട, നിങ്ങൾ കോടതി പോക്കോ. ഞാൻ കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കോടതി പോയില്ല എന്ത് പറ്റും? ആ വീഡിയോ വീണ്ടും തിരിച്ചു വരും. കോടതി പോകണം കേട്ടോ, മറക്കരുത് കോടതി പോവുക. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ആക്ഷൻ എടുത്തത് കൊണ്ട് ആക്ഷൻ ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആക്ഷൻ ക്ലൈമൻറ്റിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവരുടെ ആ ഒരു മെയിൽ ID ഇതിൻ്റെ അകത്ത് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺടാക്റ്റിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ യൂട്യൂബ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ പ്ലേ ആവുന്നില്ല, നിങ്ങൾക്കും പ്ലേ ആവില്ല. സോ വെയിറ്റ് ആൻഡ് സീ വാട്ട് വിൽ ബി ഹാപ്പൻ നെക്സ്റ്റ്. താങ്ക് യു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഉടായ്പാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അവർ നമ്മൾക്ക് അവരുടെ ഫേസ് കാണിച്ചപ്പോൾ തന്നെ അവർ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് മേടിച്ചില്ല. കമ്മ്യൂണിറ്റി അല്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ആ ഭാഗം നമ്മൾ അവരുടെ വീഡിയോയുടെ ഒരു ഭാഗം നമ്മൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്ക് വാങ്ങിച്ചു തരിക. ഒരു കുഴപ്പമില്ല അല്ലേ? സത്യമാണെങ്കിൽ സത്യം പറയുന്ന ആളുകളെ നമ്മൾ മറ്റുള്ള ചാനലുകളിലൂടെ അവർ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നത് അല്ലേ? ഇവിടെ പബ്ലിസിറ്റിക്ക് പകരം സത്യമാണ് പറയുന്നത്. എൻ്റെ മുഖം ആളുകൾ കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്നത് വരെ എൻ്റെ മുഖം ഇവൻ്റെ വിമർശിക്കുന്ന ചാനലിൽ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നത് ഭയമാണ്. ദാറ്റ്സ് എ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഡോപ്പമിൻ ഭയങ്കര കിക്കായെന്ന് പറയുന്ന പോലെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. സീ യു.